നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൺമണിയെ തൊടുന്നു എന്ന് വചനം പറയുന്നത് പോലെ ശത്രുക്കൾ എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും കുഞ്ഞെ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിനകത്തിൽ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനകത്ത് നിലനിൽക്കുന്ന നിനക്ക് ഒരാപത്തോ അനർത്ഥങ്ങളോ വരാതെ സൂക്ഷിക്കുന്നത് ആ നല്ല കർത്താവാണ് എന്ന് ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുക. അത് വിശ്വസിച്ച് മുമ്പോട്ട് ചുവടുവെക്കുക. ഇവിടെ പൗലോസ് ആരെയും ഉപദ്രവിച്ചില്ല. സാധുക്കളാകുന്ന ചില വ്യക്തിത്വങ്ങളെ മാത്രം ഉന്നം വെച്ചാണ് അവൻ കടന്നു വന്നത്. അവരെ പിടിച്ച് ജയിലിലാക്കുക, അവരെ ദണ്ഡിപ്പിക്കുക. അതിനുവേണ്ടിയാണ് താൻ ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ അതിൻ്റെ നടുവിൽ കർത്താവ് ഇറങ്ങി എന്നിട്ട് ചോദിക്കുകയാ, നീ എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നത്? അതായത് നാം ഒരുമിച്ച് ചേർന്ന് 2 3 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വചനം ധ്യാനിക്കുകയും ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ മുമ്പോട്ട് യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ ആ കൂട്ടത്തിനെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് വചനം വ്യക്തമാക്കുന്നു. അതിനെ എക്ലീഷ്യ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സഭ. അപ്പോ കൂട്ടായ്മ കൂടുന്ന, ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുന്ന, കർത്താവിൻ്റെ മഹത്വത്തെ യഥാർത്ഥമായി മനസ്സിലാക്കി കർത്താവിന് ആരാധന കൊടുക്കുന്ന ഒരു കൂട്ടം ജനതയുടെ സംരക്ഷണം ആരാ ഏറ്റെടുത്തിരിക്കുന്നത്? ആ നല്ല കർത്താവാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവപൈതലേ, നീ ആയിരിക്കുന്ന സാഹചര്യം എന്തു തന്നെ ആകട്ടെ, എത്ര വലിയ കൊടിയ പൈശാചിക മന്ത്രവാദ ക്രിയകൾ നടക്കുന്ന സ്ഥലമാകട്ടെ, അതിൻ്റെ നടുവിലും എൻ്റെ കർത്താവ് നിന്നെ പോറ്റി പുലർത്തുമെന്നാണ് ഈ വചനത്തിൽ വ്യക്തമായി എനിക്ക് വിളിച്ചു പറയാനുള്ളത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, നീ എവിടെ പാർക്കുന്നു എന്നോ, അത് ദുഷ്ടന്റെ സിംഹാസനം ഉള്ള സ്ഥലമെന്നും ഞാൻ അറിയുന്നു. എടാ, നിന്റെ സാഹചര്യം എത്ര കനമേറിയതാണേലും, എത്ര പൈശാചിക ആധിപത്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണെങ്കിലും അതിൻ്റെ നടുവിലും കുഞ്ഞെ, നിനക്കൊരു പോറല് പോലും ഉണ്ടാകാതെ സൂക്ഷിക്കാൻ അരുമനാഥനാകുന്ന ആ നല്ല കർത്താവ് ഇറങ്ങി വരുമെന്ന ഈ വചനത്തിൽ കൂടെ ഞാൻ ഉറപ്പ് വിളിച്ചു പറയുന്നത്.